പ്രിയപ്പെട്ട കുഞ്ഞൂഞ്ഞ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 2 വർഷം. കേരളം കണ്ട ഏറ്റവും വലിയ ജനനേതാവിന്റെ വിടവാങ്ങലിൽ അന്ന് തേങ്ങുകയായിരുന്നു കേരളം. പ്രിയപ്പെട്ട കുഞ്ഞൂഞ്ഞ് മരിച്ചെന്ന് പുതുപ്പള്ളിയിലെ ആർക്കും വിശ്വസിക്കാനായിരുന്നില്ല. കാലം എല്ലാ വേദനകളും മായ്ക്കുമെന്ന് പറയുമ്പോഴും പുതുപ്പള്ളിക്കാർക്ക് ഇതുവരെ അത് ഉൾക്കൊള്ളാനായിട്ടില്ല. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഇറ്റുവീണ കണ്ണീരുകൾ പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ ഭൗതിക മൃതദേഹം എത്തിച്ചപ്പോൾ ആഴക്കടലായി മാറി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചപ്പോൾ തുടങ്ങിയ കണ്ണേ കരളെ കുഞ്ഞൂഞ്ഞെ എന്ന ഹൃദയം തൊട്ടുള്ള വിളി ജന്മനാട്ടിലെത്തും വരെ തുടർന്നു. 10,000-ങ്ങളായിരുന്നു അന്ന് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വഴിയോരങ്ങളിൽ കാത്തുനിന്നത്. നിറകണ്ണുകളുമായുള്ള ആ കാത്തിരിപ്പിലുണ്ടായിരുന്നു അവർക്ക് ആരാണ് കുഞ്ഞൂഞ്ഞെന്ന്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ച പള്ളിയിലേക്ക് ഇപ്പോഴും എത്തുന്നത് നിരവധി പേരാണ്. മരിച്ചതിനു ശേഷവും ഒരാളെ ഇത്രയും അധികം ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റവാക്കിൽ പറയാം, അയാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന്. രാഷ്ട്രീയത്തിൽ വ്യക്തമായ നിലപാടുള്ള നേതാവ്, അതിനപ്പുറം ജനങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച വ്യക്തി. തിരിച്ചു നൽകിയ സ്നേഹം കൊണ്ട് തന്നെയാണ് എന്നും അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹിച്ചതും ബഹുമാനിച്ചതും. കേരളം ഒരിക്കലും മറക്കില്ല അദ്ദേഹത്തിന്റെ വിലാപയാത്ര. രാഷ്ട്രീയ അധികായകൻ വിടവാങ്ങിയ ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രിയപ്പെട്ട കുഞ്ഞൂഞ്ഞിന്റെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് UDF സ്ഥാനാർത്ഥികൾ പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന്റെ ഓർമ്മയിൽ 1000 പൂക്കൾ. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.